ഹായ് നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സൗദി പ്രവാസികൾക്കുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. നമ്മളെല്ലാവരും തന്നെ അബ്ഷർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. കാരണം നമ്മുടെ ഒരു ഇക്കാമയുടെ എക്സ്പയറി ഡേറ്റ് നോക്കണമെങ്കിൽ തന്നെ നമുക്കിന്ന് അബ്ഷർ അക്കൗണ്ട് നിർബന്ധമാണ്. അപ്പോൾ അബ്ഷർ ആപ്പ് ലോഗിൻ ചെയ്തിട്ടാണ് നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ നോക്കാറുള്ളത്. ഇപ്പോൾ അബ്ഷറിൻ്റെ തന്നെ മറ്റൊരു ആപ്പ് കൂടി വന്നിട്ടുണ്ട്. അബ്ഷർ ഇൻഡിവിജ്വൽസ് എന്നുള്ളൊരു ആപ്പ് വന്നിട്ടുണ്ട്. ഈ ഒരു ആപ്പിൻ്റെ യൂസേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലോഗിൻ ചെയ്യാതെ തന്നെ നമ്മുടെ ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള ID ലഭിക്കും. അതായത് നേരത്തെ നമ്മൾ അബ്ഷർ ലോഗിൻ ചെയ്ത് OTP വന്ന് ലോഗിൻ ചെയ്തതിനൊക്കെ ശേഷം നമുക്ക് നമ്മുടെ എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കാൻ സാധിക്കുള്ളൂ. ഇത് നമുക്ക് പെട്ടെന്നൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ആപ്പ് ഓപ്പൺ ചെയ്ത് അതിൽ ഡിജിറ്റൽ ഫോർമാറ്റിലെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ നമ്മുടെ ഡിജിറ്റൽ ID ഇക്കാമ ഒരു ഡിജിറ്റൽ വേർഷനിൽ കാണാൻ സാധിക്കും. അതായത് ഒരു QR കോഡൊക്കെ വന്നിട്ടുള്ള രീതിയിലാണ്. ഫ്യൂച്ചറിൽ ഈ ഒരു രീതിയിൽ ഡിജിറ്റലായിട്ട് ഇക്കാമ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയായിരിക്കും. നമ്മൾ എവിടെയെങ്കിലും ഇക്കാമൊക്കെ സബ്മിറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യം വന്നാൽ ജസ്റ്റ് ഈ ഡിജിറ്റൽ ഫോർമാറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുത്താൽ അതിൻ്റെ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് ഇക്കാമയെ മാറ്റിയെടുത്തിട്ടുണ്ട് ഈ ഒരു ആപ്പിൽ. അതല്ലാതെ തന്നെ ആപ്പിൽ ലോഗിൻ ചെയ്താലും മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് അബ്ഷർ ഇൻഡിവിജ്വൽ എന്നുള്ളൊരു ആപ്പിൽ ലഭ്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് നോക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ ഈ ഒരു കോവിഡ് വന്നതിന് ശേഷം യൂസ് ചെയ്യുന്ന മറ്റൊരു ആപ്പാണ് തവക്കൽ എന്നുള്ളൊരു ആപ്പ്. അപ്പോൾ ഈ ആപ്പിലും തന്നെ ഇത്തരത്തിൽ ഡിജിറ്റലായിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തവക്കലിന ആപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ കാണാൻ സാധിക്കും. അതായത് നമ്മൾ നാട്ടിൽ ഡിജി ലോക്കർ ഉണ്ടല്ലോ, ഗവൺമെൻറ്റിൻ്റെ ഡിജി ലോക്കറിൽ നമ്മുടെ ആധാർ കാർഡ്, ലൈസൻസ് കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന രീതിയിൽ ഇതിലും തവക്കലിനയിലും നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, സൗദിയിലുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഇക്കാമ, ലൈസൻസ് ഉണ്ടെങ്കിൽ ലൈസൻസ്, വാഹനം ഉണ്ടെങ്കിൽ വാഹനത്തിൻ്റെ ഇസ്തിമാറൊക്കെ ഇത് ഈ ഒരു ആപ്പിൽ ഡിജിറ്റലായിട്ട് സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ചെറിയ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അബ്ഷർ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് നമ്മൾ നിലവിലുണ്ടായിരുന്ന അബ്ഷറാണ് ജസ്റ്റ് അബ്ഷർ എന്ന് കാണുന്നത്. അതിന് താഴെയായിട്ട് അബ്ഷർ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞ പുതിയൊരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അതിലാണ് ഇപ്പോൾ ഈ ഒരു ഡിജിറ്റൽ ID ഒക്കെ കാണാൻ സാധിക്കുന്നത്. കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലിയാണ്. അപ്പോൾ നമുക്ക് അത് ഇന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇതുകൊണ്ടുള്ള ഒരു മെയിനായിട്ടുള്ള ഉപയോഗം എന്ന് വെച്ചാൽ നമ്മൾ ലോഗിൻ ചെയ്യാതെ തന്നെ നമ്മുടെ ഡിജിറ്റൽ ID ഇനി ഫ്യൂച്ചറിലൊക്കെ ഒരു പക്ഷേ ഇക്കാമക്കൊക്കെ പകരം ഈ ഡിജിറ്റൽ ID യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറുമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ ഒരു ഡിജിറ്റൽ ID. അപ്പോൾ ആക്ടിവേറ്റ് ഡിജിറ്റൽ ID എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ആദ്യം. അപ്പോൾ അതിന് മുമ്പ് നമ്മളെ ഡിജിറ്റൽ ID ആപ്പിൽ കയറിയിട്ടൊന്ന് ആക്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് നോർമലായിട്ട് ഇതിലൊന്ന് എല്ലാവരും തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു യൂസറും പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾ ഇവിടെ ലോഗിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആപ്പ് ലോഗിൻ ചെയ്താൽ നേരിട്ട് നമ്മുടെ അലേർട്ട് എന്നൊരു സെക്ഷനിലേക്കാണ് വരുന്നത്. അതായത് താഴെ നിങ്ങൾക്ക് ഒരു 5 സെക്ഷൻ കാണാം. അലേർട്ട്, മൈ സർവീസ്, മൈ ഫാമിലി ആൻഡ് സ്പോൺസറി ആൻഡ് മൈ വെഹിക്കിൾസ് എന്നുള്ള 5 ടാബുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഫസ്റ്റ് ടാബ് അലേർട്ടിൽ പിന്നെ മുകളിലായിട്ട് 3 സെക്ഷൻ കാണാം നിങ്ങൾക്ക്. അതിൽ ടു ഡു, എക്സ്പയറി ഡോക്യുമെൻറ്റ്, അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റ്സ്. അപ്പോൾ ടു ഡു എന്നുള്ളത് നമ്മുടെ നിയർ എക്സ്പയർ ആവാനുള്ള ഡോക്യുമെൻ്റൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഇവിടെ നമുക്ക് കാണിക്കുക. നമ്മുടെ പാസ്പോർട്ട്, ഇക്കാമ, ലൈസൻസൊക്കെ റിന്യൂ ആവാനായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസാണ് ഇവിടെ കാണുക. എക്സ്പയർഡ് ഡോക്യുമെൻറ്റ് നമ്മുടെ നിലവിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റ് എക്സ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. പിന്നെ അപ്പോയിൻമെൻറ്റ്, നമ്മൾ എന്തെങ്കിലും അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ കാണുക. തൊട്ടടുത്ത ടാബിൽ നിങ്ങൾക്ക് മൈ സർവീസ് എന്നുള്ളതിൽ ഏറ്റവും മുകളിലായിട്ട് നിങ്ങളുടെ കാമ നമ്പറും നെയിംസ് കാണാം. അതിന് താഴെയായിട്ട് ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ ഡിജിറ്റൽ ID ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്ക് ഡിജിറ്റലായിട്ട് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാം. ഇവിടെ നമ്മുടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് ഉണ്ടാവും. താഴെ വന്നിട്ട് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ഡിജിറ്റൽ ID എന്ന് കൊടുക്കുക. ആപ്പ് ലോക്ക് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ഫോൺ ഫിംഗർ വെച്ചിട്ടോ അതുപോലെ അല്ലെങ്കിൽ ഫിംഗർ ലോക്കോ അല്ലെങ്കിൽ ഫേസ് ലോക്ക് ഉണ്ടെങ്കിൽ അതോ ഒക്കെ വെച്ചിട്ട് നമുക്ക് എനേബിൾ ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ഫിംഗർ എനേബിൾ ചെയ്തു. അതോടുകൂടി നമുക്കിവിടെ നമ്മുടെ ഡിജിറ്റൽ ID കാണാൻ സാധിക്കും. അപ്പോൾ ഇൻ ഫ്യൂച്ചർ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താലൊക്കെ ഇക്കാമയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലേക്ക് മാറുമായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു ഡിജിറ്റൽ ഓപ്ഷന് വന്നിട്ടുള്ളത്. പിന്നെ റിന്യൂ ഡ്രൈവിംഗ് ലൈസൻസ്, നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ അത് റിന്യൂ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. പിന്നീടുള്ളത് റിപ്പോർട്ട് മിസ്സിംഗ് ഡോക്യുമെൻറ്റ്, എന്തെങ്കിലും ഡോക്യുമെൻറ്റ് മിസ്സായിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഇപ്പോൾ നിലവിൽ ഇവിടെ ബർത്ത് സർട്ടിഫിക്കറ്റ് മാത്രമേ കാണുന്നുള്ളൂ. പിന്നെയുള്ളത് മാനേജ് അപ്പോയിൻമെൻറ്റ്, നമ്മൾ പുതിയൊരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ജവാസാത്ത് അല്ലെങ്കിൽ സിവിൽ അഫയേഴ്സ്ക്കൊക്കെ ഒരു പുതിയ ബുക്കിംഗ് വേണമെന്നുണ്ടെങ്കിൽ അപ്പോയിൻമെൻറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്കിന് കൊടുത്തിട്ട് പാസ്പോർട്ട് സെക്ഷനോ സിവിൽ അഫയേഴ്സോ ഇൻമേറ്റ് വിസിറ്റ് അതിലേതെങ്കിലും ഓഫീസിലേക്കാണ് നിങ്ങൾക്കൊരു അപ്പോയിൻമെൻറ്റ് വേണ്ടത് വെച്ചാൽ അതിവിടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. പിന്നീട് താഴെ വന്നാൽ
മാനേജ് ഓതറൈസേഷൻ ഉണ്ട്, ഡോക്യുമെൻ്റ് ഡെലിവറി, അതുപോലെ തന്നെ റെൻ്റൽ കോൺടാക്ട്സ് ഉണ്ട്. അപ്പോൾ റെൻ്റൽ കോൺടാക്ട്സിനെ കുറിച്ച് എല്ലാവരും ഈ അടുത്ത് വന്നൊരു പുതിയ നിയമമാണത്. അതായത് നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെയൊക്കെ റെൻ്റൽ അഗ്രിമെൻറ്റ് അബ്ഷറുമായിട്ട് ലിങ്ക് ചെയ്യണം. HR എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ട് അത് അബ്ഷറുമായിട്ട് ലിങ്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്തവർക്ക് റെൻ്റൽ കോൺടാക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവരെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. ഇനി ബാച്ചിലേഴ്സൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഒരാൾ പേരിൽ ആ റൂം റെൻ്റൽ എഗ്രിമെൻറ്റ് ചെയ്തിട്ട് ആ ഒരു ആളുടെ അണ്ടറിലായിട്ട് മറ്റുള്ള ബാച്ചിലേഴ്സ് നിൽക്കുന്നവർ അതേ ഒരു നമ്പറിൽ ആഡ് ചെയ്യാം. അങ്ങനെ ഒരു സൗകര്യമുണ്ട്. ഭാവിയിൽ അതൊക്കെ നിർബന്ധമായിട്ട് വരും. കാരണം അതല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെൻ്റ് ഒന്നും റിന്യൂ ആകാനൊക്കെ ചാൻസ് കുറവാണെന്നാണ് കേൾക്കുന്നത്. അതുപോലെ ഏറ്റവും താഴെയായിട്ട് മാനേജ് വിസിറ്റ് വിസ ഉണ്ട്. വിസിറ്റ് വിസയിലുള്ള ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നീട് തൊട്ടടുത്ത ടാബ് മൈ ഫാമിലിയാണ്. അപ്പോൾ അത് ഫാമിലി വിസയിലുള്ളവർക്ക് അവരുടെ അണ്ടറിലുള്ള ആളുകളുടെ ഡീറ്റെയിൽസൊക്കെ ഈ ഒരു സെക്ഷനിൽ കാണാം. പിന്നീടുള്ളത് മൈ വെഹിക്കിൾ, നിങ്ങളുടെ പേരിൽ വെഹിക്കിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. തൊട്ടടുത്ത് ട്രാഫിക് വയലേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അൺപെയ്ഡ് വയലേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു ആപ്പിൽ വന്നിട്ടുള്ളത്. ഇനിയും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്യായിരിക്കും. പിന്നീട് ഏറ്റവും മുകളിലായിട്ട് സെറ്റിങ്സ് ഉണ്ട്. അതിൽ തന്നെ കൂടുതലായിട്ട് ഓപ്ഷൻസ് ഒന്നുമില്ല. ലാംഗ്വേജ് ചേഞ്ച് ചെയ്യുക, അതുപോലെ തന്നെ കലണ്ടർ സെറ്റിങ്സ്, പിന്നെ ആപ്പ് ലോക്ക്. ഇപ്പോൾ നമ്മൾ നേരത്തെ ആപ്പ് ലോക്ക് ഇനേബിൾ ചെയ്തല്ലോ. അപ്പോൾ അത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഇപ്പോൾ നിലവിൽ ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തവക്കലിന് ആപ്പ് ഓപ്പൺ ചെയ്താൽ ഡിജിറ്റൽ ഡോക്യുമെൻറ്റ്സ് എന്നുള്ളൊരു ഫോൾഡർ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. ജസ്റ്റ് അതിലിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ ഇവിടെ ഡിജിറ്റലായിട്ട് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഡ്രൈവ് ഏറ്റവും മുകളിലായിട്ട് നിങ്ങളുടെ ഇക്കാമ വന്നിട്ടുണ്ടാവും. അതിന് താഴെയായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ വണ്ടിയുടെ ഇസ്തിമാർ ഉണ്ടെങ്കിൽ അങ്ങനെ അത്. സൗദിയിലുള്ള ഏതൊക്കെ ഡോക്യുമെൻ്റാണ് നിങ്ങൾക്കുള്ളത്, ചില ഡോക്യുമെൻ്റൊക്കെ ഡിജിറ്റൽ ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ കൂടി ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അബ്ഷർ ഇൻഡിവിജ്വൽ എന്നുള്ള ആപ്പ് നിങ്ങളും ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല നല്ല അറിവുകളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ നൗഷാദ്, സൈനിങ് ഓഫ്.